കണ്ണൂർ എഡിഎമായിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ഹർജി തള്ളണമെന്ന് പോലീസ്. കേസിൽ സമഗ്രമായ അന്വേഷണം നടന്നുവെന്നും ബോധപൂർവം ചില മൊഴികൾ രേഖപ്പെടുത്തിയില്ല എന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം തെറ്റാണെന്നും കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കെ നവീൻ ബാബുവിനെതിരെ പ്രതിഭാഗം ഉന്നയിച്ച കൈക്കൂലി ആരോപണം സാധൂകരിക്കുന്ന പരാമർശങ്ങളും റിപ്പോർട്ടിലുണ്ട്. അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളുണ്ടെന്നായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആരോപണം. ഇത് ചൂണ്ടിക്കാട്ടിയാണ് തുടരന്വേഷണത്തിനായി കോടതിയിൽ ഹർജി നൽകിയത്. ഹർജിയെ പൂർണ്ണമായി എതിർത്താണ് പോലീസ് റിപ്പോർട്ട്. ആത്മഹത്യാ പ്രേരണക്ക് അടിസ്ഥാനമായ തെളിവുകൾ റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും കുടുംബം ഉന്നയിച്ച പഴുതുകൾ റിപ്പോർട്ടിൽ അതേപടി ആവർത്തിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ മൊഴിയും കളക്ടർ റവന്യൂ മന്ത്രിയെ ബന്ധപ്പെട്ടതിന്റെ CDR വിവരങ്ങളും ഇതിന്റെ ഭാഗമാണ്. വിവാദ പെട്രോൾ പമ്പിനെ അപേക്ഷിച്ച TV പ്രശാന്തനുമായി നവീൻ ബാബു സംസാരിച്ചതിന്റെ CDR രേഖയും TV പ്രശാന്തൻ കൈക്കൂലി ആരോപണത്തിൽ പരാതി നൽകാൻ വിജിലൻസ് ഓഫീസിലെത്തിയ CCTV ദൃശ്യവും തെളിവുകളായി പോലീസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കൈക്കൂലി ആരോപണം സാധൂകരിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഹർജിയെ PP ദിവ്യയും കോടതിയിൽ എതിർത്തു. ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ ഹർജി സമർപ്പിച്ചിട്ടത് എന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. തുടരന്വേഷണ ഹർജി ഒരു തരത്തിലും നിലനിൽക്കാത്തതാണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഹർജിയിൽ ഈ മാസം 23-ന് കോടതി വിശദമായ വാദം കേൾക്കും. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.